എല്ലാരും അടിച്ചു കയറി വാ. ആ ഭ്രാന്തന്റെ റിവ്യൂ എടുക്കണ്ട. എന്താ രാമേന്ദ്ര പ്രശ്നം? പ്രശ്നം പറഞ്ഞാൽ ഭയങ്കര തമാശയാ. ആരാ പറഞ്ഞേ? ആ ഓണറാ. അവന്റെ തിയേറ്റർ ഫേമസ് ആയിട്ട് എങ്ങനെയാ? ഇവിടെ തിയേറ്ററിൽ തുടങ്ങിയ ആരാണ്? എന്തൊക്കെ സംഭവം നടന്നിട്ടാ? ഇത്തരം പറഞ്ഞാലോ എടാ തെണ്ടി അടിച്ചിട്ട് മുഖത്ത് ഷേപ്പ് ഞാൻ മാറ്റും. പിന്നെ ആരാട്ടനെ ആർക്കും വേണ്ട. ആരാട്ടൻ ഭ്രാന്തനാ. ഭ്രാന്തന്റെ റിവ്യൂ എടുക്കണ്ട. മകനെ, മുൻകോപവും എടുത്തുചാട്ടവും നന്നല്ല. മറ്റുള്ളവരോട് സൗമ്യമായി പെരുമാറാൻ പഠിക്കൂ. അവന്റെ തിയേറ്റർ എങ്ങനെ ഫേമസ് ആയതാ? അയക്കെന്തറ പ്രാന്താണ്. അയ്യോ പൊന്നു മോനെ, പ്രാന്ത് എന്ന് പറഞ്ഞ ഈ സൂക്കേടിനെ കുറച്ച് കാണരുത്. ഇത് അതുക്കും മേൽ. ഞാൻ ഭ്രാന്തനായിപ്പോ കണ്ട ഭ്രാന്തന്മാരുടെ റിവ്യൂ എടുക്കരുതാണ്. നന്ദിട്ടോ ലാറി, നന്ദിട്ടോ എനിക്ക്. ഈ ബുദ്ധിജീവാവുന്നതിന് മുമ്പ് ഞാൻ ആരാണെന്ന് നിനക്കറിയാമോ? എറണാകുളത്ത് പോർക്കും കൂടുന്ന പറഞ്ഞൊരു സ്ഥലമുണ്ട്. അവിടെ പോയിട്ട് പാമ്പ് രവി ആരാന്ന് നീ അന്വേഷിക്കടാ. അവര് പറഞ്ഞു ഞാൻ ഭ്രാന്തനായിപ്പോ ഒരു കാലം എന്നെ ഭ്രാന്തനാക്കി. കേക്ക് കൊടുക്കടാ. എനിക്കത് കേക്ക് കണ്ടിട്ടിരിക്കാം. ഞാൻ അങ്ങേ അറ്റം പോയ ഇന്ത്യൻ പ്രസിഡന്റ് ആവും. ഇങ്ങേ അറ്റം വന്ന തനി തറയാണല്ലോ തെണ്ടി. ആര് വരാൻ പോണു? ഭ്രാന്തന്മാരുടെ റിവ്യൂ എടുക്കരുതോ? നമ്മളില്ലേ എന്നാലും സഹോര കുന്നോളം ഉണ്ട് കേട്ടാ ഉള്ളില് സങ്കടങ്ങള്. ഞാൻ ഭ്രാന്തനാ. എനിക്ക് വേണേ മാനസിക കേസ് കൊടുക്കാം. മാനസിക കേസ് കൊടുക്കാം. എന്നെ ഭ്രാന്തനെ വിളിച്ചേക്കാം. കണ്ട ഭ്രാന്തന്മാരുടെ റിവ്യൂ എടുക്കരുതാണ്. ഞാൻ ഇങ്ങോട്ട് തന്റെ ഈ വേഷം കെട്ടൊന്നും കിഴക്കമായിട്ട് കുഞ്ഞെടുത്ത് നടക്കില്ലേ? ഇനി വന്ന തിയേറ്ററിലേക്ക് ഇല്ല. ഇവന്റെ തേർഡ് തിയേറ്ററിലേക്ക് ആർക്ക് വരണം? നീ ഊച്ചാളി ഊച്ചാളിന്ന് കേട്ടിട്ടുണ്ടടാ പാരട്ടെ. നിന്റെ ധാരാവി എനിക്ക് ഇതാടാ ഇത്. ഭ്രാന്തന്മാരുടെ റിവ്യൂ എടുക്കരുത്. ഇവിടെ തിയേറ്ററിൽ തുടങ്ങിയ ആളെ ഞാൻ കേരളത്തിലാണ്. ഓൺലൈൻ മീഡിയ പൊങ്ങിയ രണ്ടിലൂടെയാണ്. എന്തിനാടാ ദിനേശ നാട്ടുകാരെ ചിരിപ്പിക്കാൻ വേണ്ടി ഇങ്ങനെ ഓരോന്ന് ചെയ്ത് കൂട്ടും? ഫേമസ് ആയിട്ട് ഇതിലൂടെയാണ്. എന്നിട്ട് ഇപ്പൊ എന്നെ വേണ്ട. ഞാൻ ഭ്രാന്തനായി. കണ്ട ഭ്രാന്തന്മാരുടെ റിവ്യൂ എടുക്കേണ്ടതാണ്. ഞാൻ വരില്ല. ഇങ്ങോട്ടില്ല. പെണങ്ങല്ലടാ മുത്തുമണി, ഐ ലവ് യു. ഒന്ന് പോടാപ്പാ. എന്നാ പിന്നെ ഞാൻ ഇറങ്ങട്ടെ.